പുതിയ ബൈക്ക് വാങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തകരാറിലായിട്ടും പ്രശ്നം പരിഹരിക്കാതെ കമ്പനി കൈയൊഴിഞ്ഞതിൽ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി. ഉദുമ സ്വദേശി ഗിരീഷനാണ് കാസർഗോഡ് ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ച് ജയിച്ചത്. ഉദുമ 4-ാം വാതുക്കൽ സ്വദേശിയായ ഗിരീഷൻ 2023 ഒരു ബൈക്ക് വാങ്ങി. കാണുന്ന ഹീറോ എന്ന ബൈക്കാണ് അദ്ദേഹം വാങ്ങിയത്. പക്ഷേ വാങ്ങി മാസങ്ങൾക്കകം തന്നെ ഈ ബൈക്ക് കേടാകുന്നു. ഡീലറെ കാണിച്ച് നന്നാക്കാനുള്ള ശ്രമം നടത്തുന്നു. പലതവണ ശ്രമിച്ചിട്ടും ബൈക്ക് നന്നാകുന്നില്ല. ഡീലർമാർ അവസാനം കൈയൊഴിയുന്നു. ഒടുവിൽ അദ്ദേഹം ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഉപഭോക്തൃ കോടതി ഇപ്പോൾ ഇദ്ദേഹത്തിന് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബൈക്കിന്റെ വില 10,000 രൂപ നഷ്ടപരിഹാരം, കോടതി ചെലവ് നൽകാൻ കോടതി വിധിച്ചിരിക്കുന്നു. ഗിരീഷൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇദ്ദേഹം സ്വന്തമായി തന്നെയാണ് ഇങ്ങനെ വാദിച്ചത്. എന്തായിരുന്നു ബൈക്കിന്റെ അന്നത്തെ പ്രശ്നം? ബൈക്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫാകുന്നതാണ്. നമ്മൾ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഫോർത്തിൽ പോകുന്ന നേരത്ത് തേർഡ് സെക്കൻഡൊക്കെ ഇടുന്നത് വണ്ടി ഓഫായി കഴിഞ്ഞാൽ പിന്നീട് അത് ഓൺ ആവുന്നില്ല. നമ്മൾ സെൽഫ് അടിച്ചാൽ കിക്കർ ചവിട്ടിയാൽ അത് ഓൺ ആവുന്നില്ല. പിന്നെ കുറേ സമയം അവിടെ നിന്ന് കഴിഞ്ഞ് കുറേ നേരം ഇത് ട്രൈ ചെയ്യുമ്പോഴേക്കാണ് ഓൺ ആവുന്നത്. ഇത് ഒരു 20 കിലോമീറ്റർ ഓടുമ്പോൾ ഒരു 4-5 പ്രാവശ്യം ഈ ഒരു സംഭവം നടക്കാറുണ്ട്. ഡീലർമാരെന്താ പറയുന്നത് ഇതിന് ശേഷം? അവർ ആദ്യം സർവീസിന് കൊണ്ടുപോയപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് ബാറ്ററി കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് ബാറ്ററി മാറ്റിയിട്ടു. പിന്നെ വണ്ടി തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഇതേ കംപ്ലൈന്റ് വന്നപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസം തിരിച്ചു പോയപ്പോൾ അവർ പിന്നെ അത് എന്തൊക്കെയോ ചെയ്ത് തന്നു. എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നപ്പോൾ ഈ ഒരു കംപ്ലൈന്റ് കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അവരോരോ കാരണം പറഞ്ഞു അത് വണ്ടിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അവരെ പോയി പറഞ്ഞു ഞാൻ കൺസ്യൂമർ കോടതിയായിട്ട് ബന്ധപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ കേസിന് പോയിക്കൊന്ന് പറഞ്ഞു. സ്വയം വാദിക്കാനുള്ള തീരുമാനിക്കാൻ കാരണം എന്താ? എനിക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ ഞാനുള്ള ഇതിലെ അനുഭവങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. വേറെ അധികമായിട്ടൊന്നും ചേർത്തിട്ടില്ല. എനിക്ക് എൻ്റെ ഈ വണ്ടിയുമായിട്ട് എനിക്ക് എന്താണ് അനുഭവം ഉള്ളത് അത് മാത്രമേ ഞാൻ പങ്കുവച്ചിട്ടുള്ളൂ. അതിനോടൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോടതി വിധിയിൽ ഇപ്പോൾ സന്തോഷമാണ്. സ്വാധാരണമാണ് വിധി. കാരണം നമുക്ക് സാധാരണക്കാർക്ക് നീതി കിട്ടുന്നുള്ളൊരു ഇതാണ് വിശ്വാസം വന്നത് നമുക്കെല്ലാവർക്കും. എന്നെപ്പോലെ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് കൂടി ഇതൊരു മെസ്സേജ് ആവട്ടെ എന്ന് വിചാരിച്ചു. തന്നെയാണ് ഒരു സാധാരണക്കാരന്റെ വിജയമാണ്. ഇദ്ദേഹം നിർമ്മാണ മേഖലയിലെ ഒരു സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം പറയുന്നത് ഈ വണ്ടി ഉപയോഗിച്ചുള്ള യാത്രയായിരുന്നു പലപ്പോഴും ഈ നിർമ്മാണ സൈറ്റുകളിലേക്ക് മറ്റും. അങ്ങനെ ആ നിർമ്മാണ സൈറ്റുകളിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന് വണ്ടി ഇടയ്ക്ക് നിന്ന് പോകുന്നു. അങ്ങനെ കൃത്യസമയത്ത് എത്താൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെ ആ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. അതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഇദ്ദേഹം പരാതി നൽകിയത്. ഏതായാലും സാധാരണക്കാരനായ ഒരാൾക്ക് സ്വയം വാദിച്ചുകൊണ്ട് നീതി ലഭ്യമായി അല്ലെങ്കിൽ നഷ്ടപരിഹാരം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇവിടെ ഇദ്ദേഹം പങ്കുവെക്കുന്നത്. ഉദുമയിൽ നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.